രാവിലെ 6 മണിക്ക് തന്നെ തിരുവനന്തപുരത്ത് നിന്നും കാട്ടാക്കടയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. പൂജപ്പുരയും തിരുമലയും പേയാടും മലയങ്കിഴും കിടന്ന് ഏകദേശം 7 മണിയോടെ കാട്ടാക്കട KSRTC ഡിപ്പോയിൽ എത്തിച്ചേർന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചായയും വടയും കഴിച്ചെത്തിയപ്പോഴേക്കും ചോനാമ്പാറയിലേക്കുള്ള ബസ് പുറപ്പെടാനായി ബോർഡ് വെച്ചു. കൃത്യം 7:20 തന്നെ കാട്ടാക്കടയിൽ നിന്നും ചോനാമ്പാറയിലേക്ക് ബസ് പുറപ്പെട്ടു. ഈ ചോനാമ്പാറയിലേക്കുള്ള യാത്രയുടെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. കാട്ടാക്കടയിൽ നിന്ന് പൂവച്ചൽ, കുറ്റിച്ചൽ എന്നീ സ്ഥലങ്ങൾ കടന്ന് ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് കോട്ടൂർ എന്ന സ്ഥലത്തെത്തി. ഇവിടെയാണ് കാപ്പുകാട് ആന പരിപാലന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാപ്പുകാടേക്ക് തിരിയുന്ന കവലയും കടന്ന് ബസ് മുന്നോട്ട്. വശങ്ങളിൽ കാണുന്ന ഗ്രാമക്കാഴ്ചകൾ അടുത്ത വളവിലെത്തുന്നതോടെ അവസാനിക്കുകയാണ്. ഇനി അങ്ങോട്ട് കൊടും വനമാണ്. അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് ചെക്ക് പോസ്റ്റും കടന്ന് ഉൾവനത്തിലേക്കാണ് ഇനി യാത്ര. ഈ വനത്തിലൂടെ 8 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താണ് ചോനാമ്പാറയിൽ എത്തേണ്ടത്. മുൻപ് വളരെ മോശം റോഡായിരുന്നെങ്കിലും ഇപ്പോൾ റീടാറിംഗ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. റോഡിൻ്റെ ഇരുവശങ്ങളിലും കാണുന്ന അരുവികളിലും തോടുകളിലും ഏറ്റവും ആദ്യത്തെ ട്രിപ്പിൽ പോകുമ്പോൾ വെള്ളം കുടിക്കാനെത്തുന്ന കാട്ടാനകളെ കാണാറുണ്ടെന്ന് ബസ്സിൻ്റെ സ്റ്റാഫുകൾ പറഞ്ഞു. ബോണക്കാട് പൊന്മുടി മലനിരകൾ കാണാവുന്ന വ്യൂ പോയിന്റ് കഴിയുന്നതോടെ ബസ് ചോനാമ്പാറയിലെത്തുകയാണ്. ചോനാമ്പാറയും കടന്ന് കുറച്ചുകൂടി ഉള്ളിലുള്ള കൈതോട് വരെ ഈ ബസ് സർവീസ് നടത്തുന്നുണ്ട്. ഇടുങ്ങിയ ചപ്പാത്തും റബ്ബർ തോട്ടങ്ങളും കടന്ന് പൊട്ടിപ്പൊളിഞ്ഞ പാതയിലൂടെ ബസ് കൈതോട് എത്തിച്ചേർന്നു. ഒരു 5 മിനിറ്റ് ഗ്യാപ്പിന് ശേഷം ബസ് മടക്കയാത്ര ആരംഭിച്ചു. നേരെ തിരുവനന്തപുരത്തേക്കാണ് ഇനി പോകുന്നത്. ചോനാമ്പാറയിലും കൈതോടുമുള്ള ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഈ ബസ്സിനെയാണ് അവരുടെ ദൈനംദിന യാത്രകൾക്കായി ആശ്രയിക്കുന്നത്. മടക്കയാത്രയിൽ ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും സാധനങ്ങൾ വാങ്ങാൻ പോകുന്നവരുമായി ധാരാളം പേർ കാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ബസ്സിലേക്ക് കയറുന്നുണ്ടായിരുന്നു. വനയാത്രയുടെ പകുതി ദൂരം പിന്നിട്ട് ബസ് വാലിപ്പാറ റൂട്ടിലേക്ക് തിരിഞ്ഞു. ചോനാമ്പാറയും കൈതോടും പോലെ വനത്തിലെ മറ്റൊരു ജനവാസ മേഖലയാണ് വാലിപ്പാറ. വളരെ മോശം റോഡിലൂടെ ബസ് വാലിപ്പാറയിലെത്തി. ഇവിടെ നിന്നും ധാരാളം ആളുകൾ ബസ്സിലേക്ക് കയറി. അതോടെ ഈ കുട്ടി ബസ്സിൽ ആളുകൾ നിറഞ്ഞു കവിയുന്ന സ്ഥിതിയായി.
ഇടുങ്ങിയ റോഡായതുകൊണ്ട് ശരിക്കും തോട്ടങ്ങൾക്കിടയിലൂടെയും വീടുകളുടെ പറമ്പിലൂടെയും വാഴത്തോപ്പുകളിലൂടെയും ബസ് പോകുന്നത് പോലെയാണ് തോന്നുക. വാലിപ്പാറ കഴിഞ്ഞു. ഇനി വീണ്ടും വനത്തിലൂടെയാണ് യാത്ര. മൺപാതയിലൂടെ നിറച്ചും യാത്രക്കാരുമായി ഒരു കെട്ടുവെള്ളം പോകുന്നത് പോലെ ആടി ഉലഞ്ഞ് ബസ് യാത്ര തുടർന്നു. അങ്ങനെ പോകുമ്പോൾ തലേദിവസം രാത്രി കാട്ടാന പറമ്പിലും വീട്ടുമുറ്റത്തും വന്നതിനെക്കുറിച്ചും ആനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിയുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടതിനെക്കുറിച്ചും എല്ലാവരും ഗംഭീര ചർച്ചയാണ് ബസ്സിൽ. ചൂടുപിടിച്ച ചർച്ചകൾക്കിടെ ഓഫ് റോഡ് യാത്ര കഴിഞ്ഞ് ബസ് മെയിൻ റോഡിലേക്ക് പ്രവേശിച്ചു. KSRTC കാട്ടാക്കട ഡിപ്പോയാണ് ഈ സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പുറത്തുനിന്ന് വരുന്നവർക്ക് ഈ ബസ്സിൽ മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ബസ്സിൻ്റെ കൃത്യമായ സമയവിവരങ്ങൾക്കായി KSRTC കാട്ടാക്കട ഡിപ്പോയുമായി കോൺടാക്ട് ചെയ്യുക. കോട്ടൂർ വനത്തിലൂടെയുള്ള ഈ ചെറിയ യാത്രയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകൾ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു യാത്രയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ദ സൗണ്ട് മാൻ സൈനിങ് ഓഫ്.